ചേരുന്നുണ്ട്. എബി, കൊച്ചിയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. 2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷവുമായി ഹൈബി ഈഡൻ എറണാകുളത്ത്. ഒപ്പം തന്നെ ചാലക്കുടിയിലും മറ്റത്ഭുതങ്ങളൊന്നുമില്ല. ബെന്നി ബെഹന്നാനും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അവിടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ്. 2020 എത്ര വോട്ടുകൾ പിടിച്ചു എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. ചാലക്കുടി മണ്ഡലത്തിലെങ്കിലും 2020യുടെ സാന്നിധ്യം നിർണായകമായിട്ടുണ്ടോ? തീർച്ചയായും ലിബീഷ്, അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കൊച്ചിയിൽ ഇത്രമാത്രം വലിയൊരു ഭൂരിപക്ഷം കിട്ടുമെന്ന് ഒരുപക്ഷെ ഹൈബി ഈഡൻ പോലും കരുതി കാണത്തില്ല. കാരണം ഹൈബി ഈഡനുമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെയും ഹൈബി ഈഡൻ വ്യക്തമാക്കിയിരുന്നത് ഒരു 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ തവണത്തേതും പോലെയുള്ള ഒരു വലിയ പോളിംഗ് ഉണ്ടായിരുന്നില്ല. പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണെങ്കിലും ഈ ലീഡിൽ ഒരുപക്ഷെ കുറവ് വന്നേക്കുമെന്നുള്ളൊരു കാര്യമാണ് ഹൈബി ഈഡൻ വ്യക്തമാക്കിയിരുന്നത്. ഒപ്പം തന്നെ 2020യുടെ സാന്നിധ്യം എറണാകുളത്ത് ഒരുപക്ഷെ തിരിച്ചടി അയക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഹൈബി ഈഡൻ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെയും അസ്ഥാനത്താക്കിക്കൊണ്ട് തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് ഒരുപക്ഷെ ഹൈബി ഈഡൻ എത്തിയിരിക്കുന്നു. 2 ലക്ഷത്തിന് മുകളിലേക്ക് 2.5 ലക്ഷത്തോളം വരുന്ന ഭൂരിപക്ഷത്തിലേക്ക് ഹൈബി ഈഡൻ കൊച്ചിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. ഒപ്പം കഴിഞ്ഞ തവണ 1,60,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഹൈബി ഈഡൻ വിജയിച്ചതെങ്കിൽ ഇത്തവണ ആ ഭൂരിപക്ഷം അത് ഈ കുറഞ്ഞ പോളിംഗിന്റെ ഘട്ടത്തിൽ പോലും ഉയർത്തിക്കൊണ്ടുവരാൻ ഹൈബിക്ക് കഴിഞ്ഞിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഘട്ടത്തിൽ പോലും ഹൈബിക്ക് ഒരു വെല്ലുവിളിയായി ഉയർന്നു വരാൻ LDF സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായും എടുത്തു പറയാവുന്ന ഒരു കാര്യം. എന്തായാലും ചാലക്കുടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രമായി. ചാലക്കുടിയിൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ രീതിയിലൊരു ഇടിവ് എന്തായാലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇത്തവണ 62,356 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബെന്നി ബെഹനാൻ ഇത്തവണ തന്റെ സിറ്റിംഗ് MP സ്ഥാനം അത് ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അവിടെ പക്ഷേ 3-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് 2020 ആണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. NDA പോലും കൂടെ പിന്തള്ളിക്കൊണ്ട് 2020 അവിടെ വലിയൊരു ശക്തിയായി തന്നെ ഉയർന്നു വന്നിരിക്കുന്നു. 1 ലക്ഷത്തിൽ പരം വോട്ടിന്റെ വോട്ടുകളാണ് ഇവിടെ 2020 നേടിയിരിക്കുന്നത്. 1,60,000-ഓളം വരുന്ന വോട്ടുകൾ. അതായത് ഈ NDA വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 260 വോട്ടിന്റെ കുറവാണ് NDAക്ക് അതിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ NDA നേടിയിരിക്കുന്ന വോട്ടിന്റെ അടുത്തേക്ക് എത്താൻ പോലും ഇത്തവണ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.